ഹോർമസ് കടലിടുക്കിൽ അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ ഇറാന്റെ നാവികസേനയ്ക്ക് മുന്നിൽ വഴിമാറി പിൻവാങ്ങിയെന്ന വാർത്ത ആഗോള പ്രതിരോധ മേഖലയിൽ വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. ഇസ്ലാമാബാദിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ നിർണായകമായ നയതന്ത്ര ചർച്ചകൾ നടക്കുമ്പോഴാണ് കടലിൽ ഇത്തരമൊരു നാടകീയ നീക്കം നടന്നതെന്നത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങളാണ് അമേരിക്കൻ കപ്പലുകളുടെ ഈ പിൻവാങ്ങൽ വാർത്ത പുറത്തുവിട്ടത്. അമേരിക്കയുടെ അത്യാധുനിക യുദ്ധക്കപ്പലുകളായ USS മൈക്കൽ മർഫി, USS ഫ്രാങ്ക് ഇ പീറ്റേഴ്സൺ എന്നിവയാണ് ഹോർമസ് കടലിടുക്കിലൂടെ കടന്നുപോകാൻ ശ്രമിച്ചത്. ലോകത്തെ ഏറ്റവും തന്ത്രപ്രധാനമായ എണ്ണക്കടത്ത് പാതയായ ഇവിടെ അമേരിക്കൻ സാന്നിധ്യം ഇറാൻ എക്കാലത്തും എതിർക്കുന്ന ഒന്നാണ്. തങ്ങളുടെ അതിർത്തിക്കടുത്ത് അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ എത്തുന്നത് വെല്ലുവിളിയായാണ് ഇറാൻ കാണുന്നത്. ഈ രണ്ട് ഡിസ്ട്രോയർ കപ്പലുകളും കടലിടുക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ ഇറാന്റെ നാവികസേന തടസ്സപ്പെടുത്തിയെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇറാന്റെ മുന്നറിയിപ്പിന് പിന്നാലെ അമേരിക്കൻ കപ്പലുകൾക്ക് പാതി വഴിയിൽ യാത്ര അവസാനിപ്പിച്ച് തിരിച്ചു പോകേണ്ടി വന്നു. ഇത് അമേരിക്കൻ സൈന്യത്തിന് വലിയൊരു തിരിച്ചടിയായാണ് ഇറാൻ മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നത്. ഇസ്ലാമാബാദിൽ സമാധാന ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ തന്നെ ഇത്തരമൊരു പ്രകോപനത്തിന് അമേരിക്ക മുതിർന്നത് എന്തിനാണെന്ന ചോദ്യം ഉയരുന്നുണ്ട്. ചർച്ചകളിൽ സമ്മർദ്ദം ചെലുത്താനാണോ അതോ ഇറാന്റെ പ്രതിരോധ ശേഷി അളക്കാനാണോ ഈ നീക്കമെന്ന് വ്യക്തമല്ല. എന്നാൽ ഇറാന്റെ ദ്രുതഗതിയിലുള്ള പ്രതികരണം അമേരിക്കൻ കണക്കുകൂട്ടലുകളെ തെറ്റിച്ചതായാണ് സൂചന. ഹോർമസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഇറാന്റെ കയ്യിലാണെന്ന യാഥാർത്ഥ്യം അമേരിക്കയെ സംബന്ധിച്ച് വലിയൊരു വെല്ലുവിളിയാണ്. ഏത് സമയത്തും ഈ പാത അടച്ചുപൂട്ടാൻ തങ്ങൾക്ക് കഴിയുമെന്ന് ഇറാൻ പലതവണ തെളിയിച്ചിട്ടുണ്ട്. അമേരിക്കൻ കപ്പലുകളെ തുരത്തിയതിലൂടെ മേഖലയിലെ തങ്ങളുടെ അധികാരം ഒരിക്കൽ കൂടി ഉറപ്പിക്കുകയാണ് ഇറാൻ ചെയ്തത്. അമേരിക്കൻ സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും ഈ പിൻവാങ്ങലിനെ കുറിച്ച് കൃത്യമായ വിശദീകരണങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എങ്കിലും ഒരു യുദ്ധ സാഹചര്യം ഒഴിവാക്കാനാണ് തങ്ങൾ പിന്മാറിയതെന്ന വാദം അമേരിക്ക ഉയർത്താൻ സാധ്യതയുണ്ട്. എന്നാൽ കടലിലെ ഈ പരാജയം അമേരിക്കയുടെ അന്താരാഷ്ട്ര പ്രതിച്ഛായയെ ബാധിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല. ഇറാന്റെ നാവികസേന കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി തങ്ങളുടെ കരുത്ത് ഗണ്യമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ചെറിയ ബോട്ടുകളും മിസൈൽ വിക്ഷേപണ ശേഷിയുള്ള ഡ്രോണുകളും ഉപയോഗിച്ച് വലിയ കപ്പലുകളെ പോലും പ്രതിരോധിക്കാൻ അവർക്ക് സാധിക്കുന്നു. ഈ സാങ്കേതിക മികവാണ് അമേരിക്കൻ യുദ്ധക്കപ്പലുകളെ തടയാൻ ഇറാനെ സഹായിച്ചത്. ലോകത്തെ എണ്ണ വിതരണത്തിന്റെ ഭൂരിഭാഗവും കടന്നു പോകുന്ന ഈ മേഖലയിൽ ഉണ്ടാകുന്ന ഏത് അസ്വസ്ഥതയും ആഗോള വിപണിയെ ബാധിക്കും. അമേരിക്കൻ കപ്പലുകൾ പിന്മാറിയ വാർത്ത പുറത്തു വന്നതോടെ വിപണിയിൽ ആശങ്ക പടർന്നിരിക്കുകയാണ്. യുദ്ധപ്രതീതി നിലനിൽക്കുന്നത് എണ്ണവില വർധനവിന് കാരണമായേക്കാം. ഇസ്ലാമാബാദിലെ ചർച്ചകളിൽ ഈ സംഭവം വലിയ സ്വാധീനം ചെലുത്തുമെന്ന് ഉറപ്പാണ്. മേശയ്ക്കിപ്പുറം സമാധാനം പറയുമ്പോൾ മറുവശത്ത് കടലിൽ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് ഇറാൻ പ്രതിനിധികൾ വ്യക്തമാക്കിയേക്കും. ഇത് ചർച്ചകൾ വഴിമുട്ടാൻ പോലും കാരണമായേക്കാവുന്ന ഒന്നാണ്. അമേരിക്കയുടെ ഡിസ്ട്രോയർ കപ്പലുകൾക്ക് പിന്നോക്കം പോകേണ്ടി വന്നത് ട്രംപ് ഭരണകൂടത്തിന് വലിയ രാഷ്ട്രീയ വെല്ലുവിളിയാണ്. സൈനിക കരുത്തിൽ ലോകത്തിന് മുന്നിൽ വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന് പ്രഖ്യാപിച്ച ട്രംപിന് ഈ സംഭവം വലിയ തിരിച്ചടിയാണ്. ഇതിന് പകരമായി പുതിയ നീക്കങ്ങൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സാന്നിധ്യത്തെ പരമാവധി കുറയ്ക്കുക എന്നതാണ് ഇറാന്റെ ദീർഘകാല ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്കുള്ള ഒരു വലിയ ചുവടുവെപ്പായാണ് അവർ ഈ വിജയത്തെ കാണുന്നത്. അറബ് രാജ്യങ്ങൾക്കിടയിൽ ഇറാന്റെ സ്വാധീനം വർദ്ധിക്കാനും അമേരിക്കയുടെ വിശ്വാസ്യത കുറയാനും ഇത് കാരണമാകും. ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ് ആണ് ഈ ദൗത്യത്തിന് നേതൃത്വം നൽകിയത്. അവരുടെ അതിവേഗ ബോട്ടുകളും നിരീക്ഷണ സംവിധാനങ്ങളും അമേരിക്കൻ കപ്പലുകളുടെ ഓരോ നീക്കവും കൃത്യമായി നിരീക്ഷിച്ചിരുന്നു. അമേരിക്കൻ നാവികർക്ക് മുന്നറിയിപ്പ് നൽകുന്ന വീഡിയോകൾ ഇറാൻ പുറത്തുവിട്ടത് അവരുടെ ആത്മവിശ്വാസം വിളിച്ചോതുന്നതാണ്. യുദ്ധം ഒഴിവാക്കാൻ ഇറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും തങ്ങളുടെ അതിർത്തി ലംഘിക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന നിലപാടിലാണ് അവർ. ഈ ഉറച്ച നിലപാടാണ് അമേരിക്കൻ സൈന്യത്തെ പിന്നോട്ട് വലിച്ചത്. ബലപ്രയോഗത്തിലൂടെ ഇറാനെ കീഴടക്കാൻ കഴിയില്ലെന്ന് അമേരിക്ക ഇതിനോടകം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഹോർമസ് കടലിടുക്കിലെ ഈ സംഭവം വരും ദിവസങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കും. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ശീതയുദ്ധം കൂടുതൽ കടുക്കുമെന്നതിന്റെ സൂചനയാണിത്. സമാധാനത്തിന്റെ പാതയേക്കാൾ ആയുധങ്ങളുടെയും ശക്തി പ്രകടനങ്ങളുടെയും പാതയാണ് ഇരു രാജ്യങ്ങളും തെരഞ്ഞെടുക്കുന്നത് എന്ന് തോന്നുന്നു. അമേരിക്കൻ യുദ്ധ കപ്പലുകളുടെ ഈ നാടകീയ പിൻവാങ്ങൽ ചരിത്രപരമായ പ്രാധാന്യമുള്ള ഒന്നാണ്.
ആഗോള ശക്തിയായി അമേരിക്കയ്ക്ക് ഒരു പ്രാദേശിക ശക്തിക്ക് മുന്നിൽ വഴിമാറേണ്ടി വന്നു എന്നത് ലോകക്രമത്തിൽ വരുന്ന മാറ്റങ്ങളെ സൂചിപ്പിക്കുന്നു. ഇറാന്റെ കരുത്തും അമേരിക്കയുടെ തന്ത്രപരമായ പിന്മാറ്റവും പശ്ചിമേഷ്യയുടെ ഭാവി നിർണ്ണയിക്കുന്ന ഘടകങ്ങളായി മാറും. വരും ദിവസങ്ങളിലെ നയതന്ത്ര നീക്കങ്ങൾക്കായി ലോകം കാതോർക്കുന്നു.